മഹാരാഷ്ട്രയിൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി. താനെ മേഖലയിൽ മനോർ പാതയിൽ നിന്നാണ് 4 സ്ത്രീകൾ അറസ്റ്റിലായത്. ഇവർക്ക് വീട് വാടകയ്ക്ക് നൽകിയ ആളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഈ ബംഗ്ലാദേശ് കലാപത്തിന് ശേഷം ഭാരതത്തിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം വലിയ രീതിയിൽ തന്നെയാണ് കൂടിയിരിക്കുന്നത്. പക്ഷേ നിതാന്ത ജാഗ്രത തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം പുലർത്തുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ബംഗ്ലാദേശിൽ വലിയ കലാപം, ഹിന്ദു വിരുദ്ധ കലാപം, സർക്കാരിനെതിരെയുള്ള കലാപം, ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃത കുടിയേറ്റം ഭാരതത്തിലേക്ക് പലായനം അല്ലെങ്കിൽ ജനങ്ങളുടെ പലായനം ഉണ്ടാകുമെന്ന IB റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒപ്പം ഇതിനു മുൻപേ തന്നെ ബംഗ്ലാദേശി പൗരന്മാർ അനധികൃതമായി ഭാരതത്തിലേക്ക് എത്തുകയും അവർ വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. നിലവിൽ ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന കർശനമാക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധന നൽകി വരികയാണ്. IB ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിൽ താനയിൽ മനോർ പാതയിൽ നടത്തിയിട്ടുള്ള പ്രത്യേക പരിശോധനയിലാണ് ബംഗ്ലാദേശി പൗരത്വമുള്ള 4 സ്ത്രീകളെ പിടികൂടിയിട്ടുള്ളത്. ഇവർ മറ്റൊരു വിലാസത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പേരും വിലാസവും ഉപയോഗിച്ചുകൊണ്ട് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് താനെ മേഖലയിൽ താമസിച്ച് വരികയായിരുന്നു. ഇവരെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം നടപടികൾ സ്വീകരിക്കുകയും ഇവരെ തുടർ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ബംഗ്ലാദേശിലേക്ക് നാട് കടത്താനുമുള്ള നിയമ നടപടികളായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് പോലീസ് നിലവിൽ ലഭ്യമാക്കുന്ന വിവരം. ഒപ്പം ഈ 4 സ്ത്രീകൾക്ക് വീട് വാടകയ്ക്ക് നൽകിയ ആളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരം ഈ 4 പേരും ഭാരതത്തിലെ പൗരന്മാരല്ല, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ് എന്നറിഞ്ഞിട്ടും ഇയാൾ വീട് വാടകയ്ക്ക് നൽകി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട് വാടകയ്ക്ക് നൽകിയ ആളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. താനെ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്തി വരികയാണ്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രത്യേക പരിശോധന നടത്തി വരുന്നു. ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡൽഹി പോലീസിന്റെ പ്രത്യേക പരിശോധന കഴിഞ്ഞ 1 മാസത്തിലധികമായി തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് മാത്രം ഇതിനോടകം 250-ലധികം അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അസം, ത്രിപുര ഉൾപ്പെടെ വടക്കേ മേഖലയിലും ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഡൽഹി, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള കർശന പരിശോധന നടത്തിവരികയാണ്. അതിനിടയിലാണ് താനെയിൽ നിന്ന് 4 സ്ത്രീകൾ അത് പിടിയിലായിട്ടുള്ളത്. ഷാസിദ ഖാട്ടൂൺ, ഒപ്പം ഷാലിന മുല്ല, രത്ന ഖാത്തൂൻ, രേഷ്മ ധാലി എന്നീ 4 സ്ത്രീകളാണ്. 4 ബംഗ്ലാദേശി പൗരത്വമുള്ള 4 സ്ത്രീകളാണ് താനെയിൽ നിന്ന് ഇന്നിപ്പോൾ പിടിയിലായിട്ടുള്ളത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.